ഈ അസീം മുനീർ അസ്വസ്ഥനാണ്, ഞങ്ങൾ അസ്വസ്ഥരാണെന്ന് പറഞ്ഞ പോലെ അസീം മുനീർ അസ്വസ്ഥനാണ്. ഇപ്പോ ട്രംപും മോദിയും അവരൊന്നും അല്ല. ഇപ്പൊ നോട്ടപ്പുള്ളി റിലയൻസിന്റെ അംബാനിയാണ്. മുകേഷ് അംബാനി ആയിരിക്കും അല്ലേ? അനിൽ അംബാനിക്ക് രക്ഷകരാണ്. മുകേഷ് അംബാനിയാണ്. മുകേഷ് അംബാനി അതായത് ഈ റഷ്യ ആണല്ലോ. മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് വിളിച്ചു കാണത്തില്ല മുനീറിനെ. ശരിയാ, വിളിച്ചു കാണത്തില്ല. വിരുന്ന് സൽക്കാരം പോയതിന്റെ കെറുവായിരിക്കും. അവിടെ കൊടുത്തല്ലോ, അമേരിക്ക കൊടുത്തല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഈ വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് മുകേഷ് അംബാനിയെ പിടിക്കാൻ വന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ തൊട്ടാ ഇന്ത്യൻ സൈന്യം വെറുതെ വിടില്ല. ഇന്ത്യൻ സർക്കാരിനെ തൊട്ടാൽ ഇന്ത്യൻ സൈന്യം വെറുതെ വിടില്ല. ഇന്ത്യയിലെ ആരെ തൊട്ടാലും ഇന്ത്യൻ സൈന്യം വെറുതെ വിടില്ല. ഇന്ത്യൻ സൈന്യത്തിന് പിന്നെ ഉമാർക്ക് പിടിച്ചു നിൽക്കാനും കഴിയില്ല. നമ്മുടെ ആയുധ പ്രതിരോധ ശേഷിയുടെ മുന്നിലൊന്നും ഉമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു 5 ബ്രഹ്മോസ് മിസൈൽ അങ്ങോട്ട് വിട്ടാൽ ആദ്യം ഉമാരെല്ലാം തവിട് പൊടിയാവും. പിന്നെ എന്തിനാണ് ഈ അഹങ്കാരം കാണിക്കണതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോൾ മുകേഷ് അംബാനിയെ തീർക്കണം പോലും, അത് കാര്യം നിസാരം, പ്രശ്ന ഗുരുതരം എന്ന് പറയുന്നത് അല്ല. ഇത്രേ ഉള്ളൂ കാര്യം. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ ഇവിടെ വരുന്നുണ്ട്. ഈ എണ്ണ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കുന്നത് റിലയൻസിന്റെ പ്ലാന്ററുകളിലാണ്. അപ്പൊ ഇത് ശുദ്ധീകരിക്കാൻ ഏറ്റവും കൂടുതൽ പ്ലാന്ററുകൾ ഉള്ളത് റിലയൻസിലാണ്. അതുകൊണ്ട് അമേരിക്കയെ സന്തോഷിപ്പിക്കാനായി, പാകിസ്ഥാന് വേണ്ടിയല്ല, അമേരിക്കയെ സന്തോഷിപ്പിക്കാനായി മുകേഷ് അംബാനിയെ തീർക്കണം. അപ്പോൾ മുകേഷ് അംബാനിയെ മാത്രമല്ല, ഗുജറാത്തിലെ മുകേഷ് അംബാനിയുടെ ഈ റിലയൻസിന്റെ എണ്ണ ശുദ്ധീകരണ പ്ലാന്ററുകൾ മുഴുവൻ മിസൈൽ ഉപയോഗിച്ച് തകർക്കും. ബോംബിട്ട് തകർക്കും, മിസൈൽ ഉപയോഗിച്ച് തകർക്കും. ഇതൊക്കെയാണ് പറയുന്നത്. അതെ, ചൈനയും തുർക്കിയും കൊടുത്തത് കുറച്ച് ബാക്കി ഇരിപ്പുണ്ടല്ലോ. ഇവിടെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് അടുത്ത ഈ ദീപാവലിക്ക് നമ്മൾ കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചിട്ടേ അടുത്ത വർഷം ഉപയോഗിക്കാതെ പറയും മാറ്റി വയ്ക്കും. പക്ഷെ നമുക്ക് പേടിയായിരിക്കും എവിടെയെങ്കിലും ഇത് പൊട്ടുവന്ന് വ്യോമാക്കിന് അടുത്ത യുദ്ധത്തിന് ഉപയോഗിക്കാതെ വെച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്, അത് എവിടെയെങ്കിലും ഇട്ട് പൊട്ടിച്ച് കളിക്കണം ഇങ്ങനെ. അല്ല, പക്ഷേ ഈ അസീം മുനീർ ഒരു കാര്യം മറന്നുപോയി. ഇന്ത്യയിലുള്ള സ്വകാര്യ എണ്ണ വിതരണ ശൃംഖലയിലെ പ്രമുഖരാണ് റിലയൻസ് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ കൂടെ മറ്റൊരു കക്ഷി കൂടിയുണ്ട്, നമ്മുടെ നയര എന്നും പറഞ്ഞൊരു സംഗതി. അതിന്റെ ആസ്ഥാനം എവിടെയാണെന്നറിയാവോ? അമേരിക്കയാണോ? അല്ല, റഷ്യയാണ്. പുട്ടിനെ തൊട്ടാ പുട്ടിനെടുത്ത് കയറി അങ്ങ് മാന്തും. പുട്ടിൻ വലിച്ചു കയറി ഒട്ടിക്കും. ഇന്ത്യ ഒരു സമാധാന രാഷ്ട്രം ആയതുകൊണ്ടാണ് അവനൊക്കെ കിടന്ന് വെല്ലുവിളിച്ചിട്ട് ഇന്ത്യ മുഖവിലയ്ക്ക് പോലും അത് എടുത്തിട്ടില്ല. മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല, നല്ല ഒന്നാന്തരം മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് അറിയാം. പക്ഷേ എന്തിന് വഴി പോണവന്മാരും എല്ലാം കിടന്ന് ചിലക്കുന്നതിന് നമ്മൾ മറുപടി കൊടുക്കുന്ന എന്തിനാ എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്, കാഴ്ചപ്പാടെന്ന് പറയുന്നത്. പക്ഷെ പുടിൻ അങ്ങനെയല്ല. ഇവന്മാര് കയറി ചെല്ലുന്ന ചൊറച്ചു വിടും, അവന്മാരും അങ്ങേര് മാന്തി വലിച്ചു കീറി വിട്ടുകൊടുക്കും. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ബാക്കി എല്ലാവരെയും തീർന്നു, ബാക്കി സകലമായ ആളുകൾ തീർന്നു. ഇനി മുകേഷ് അംബാനിയെ പിടിച്ചു. നോക്കിയപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ ശ്രദ്ധ കിട്ടണമെങ്കിൽ മുകേഷ് അംബാനിയെ പറയണം. കാരണം ഈ പണക്കാരെ നോക്കി പറഞ്ഞാലല്ലേ എന്തെങ്കിലും ആളുകൾ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ നോക്കി കുറയ്ക്കണം. അസീം മുനീർ ഇപ്പൊ കുറച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ കുറച്ച് വാഴയ്ക്കുമ്പോൾ അങ്ങ് നിർത്തിക്കോളും, അത്രേ ഉള്ളൂ പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ അമേരിക്കയെ തന്നെ പറഞ്ഞല്ലോ, ഇയാള് കോട്ടിട്ട വില്ലാതനെ പോലെ പെരുമാറുന്നു, ഇയാൾ ഒരുമാതിരി വേട്ടപ്പട്ടിയെ പോലെയാണ്, ഇയാളുടെ ചില നേരത്തെ സംസാരവും പെരുമാറ്റവും കണ്ടാലെന്നൊക്കെ. പക്ഷെ ഒരു ലക്ഷ്യമില്ലാതെ അസീം മുനീർ ഇതൊന്നും പറയില്ല, ആരുടെ സഹായമില്ലാതെ ഇതൊന്നും പറയില്ല. അസീം മുനീർ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രധാനമന്ത്രിയാണല്ലോ. അതെ അതെ. അതായത് പ്രധാനമന്ത്രിയായിട്ട് ആക്ട് ചെയ്യുന്നതും ഫീൽഡ് മാർഷലും അസീം മുനീർ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം പറയണം, ഈ ട്രംപിനെ എങ്ങനെ ചാക്കിട്ട് പിടിച്ചു എന്നൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. കാര്യം തുടർച്ചയായി 2 മാസത്തെ ഇടവേളയ്ക്കുള്ളിൽ, അല്ല അതെനിക്ക് മനസ്സിലായി എങ്ങനെയാണെന്ന്, പക്ഷെ പുറത്തു പറയാൻ പറ്റില്ല. അത് ശരി. ആ ട്രംപ് ആയതുകൊണ്ട് പിന്നെ അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അങ്ങനെ കൊച്ചു പെമ്പിള്ളൊരു വീക്ക്നെസ് ആണല്ലോ, പറയാൻ പറ്റൂല. ഏതായാലും ഈ അസീം മുനീർ ചെന്ന് ആ പ്രസ്താവന നടത്തിയ സ്ഥലം ഇത്തിരി പ്രശ്നമാണ് കേട്ടോ. അതായത് ഈ അദ്നൻ അസാദ് എന്നും പറഞ്ഞൊരു കോടീശ്വരനുണ്ട്. അയാള് നടത്തിയ ഒരു വിരുന്ന് സൽക്കാരം, അമേരിക്കയിൽ വിരുന്ന് സൽക്കാരം, അത് ബ്ലാക്ക് ടൈ, അതായത് നമ്മുടെ കോട്ട് സൂട്ട് ഇട്ട് കറുത്ത ടൈ കെട്ടി ഉള്ള അവരുടെ കൂട്ടായ്മ. അപ്പൊ അവിടെ നടന്ന അത്താഴ വിരുന്നിനിടയിലാണ് അയാൾ ഈ ഉണ്ടയില്ല വെടി മുഴുവൻ പൊട്ടിച്ചോണ്ടിരിക്കുന്നത്. ചിലപ്പോൾ അദ്നൻ അസാദിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അയാൾക്ക് മുകേഷ് അംബാനിയെ കണ്ടുകൂടല്. ഒരു കോടീശ്വരന് മറ്റൊരു കോടീശ്വരനെ കാണാം. മറ്റേ സിനിമ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ മാട്ടുപ്പെട്ടി മച്ച. ഒരു കോടീശ്വരനെ മറ്റൊരു കോടീശ്വരനെ കണ്ടുകൂടാ എന്ന് പറയുന്നത് പോലെ അദ്നൻ അസാദിനെ മുകേഷ് അംബാനിയെ കണ്ടെടുത്താൽ കണ്ടുകൂടായിരിക്കും. അപ്പൊ അയാളെന്നെ സന്തോഷിപ്പിച്ച് കളയാന്ന് കരുതിയായിരിക്കും വെറുതെ ഇരിക്കുന്ന മുകേഷ് അംബാനിയെ ഈ പറയുന്നു. മുകേഷ് അംബാനി ഇത് കേട്ടിട്ട് എന്തായിരിക്കും പ്രതികരണം? പ്രതികരിക്കാനുള്ള സാധ്യത ഉണ്ടോ? അല്ല, മുകേഷ് അംബാനി ഇതൊക്കെ അറിഞ്ഞു കാണത്തില്ല. അതായത് ഇത്തരം ഭീഷണികൾ പണ്ടുകൊണ്ട് മുകേഷ് അംബാനിയൊക്കെ ഇന്ത്യയിലെ
ഭീകരവാദ ഭീഷണി നേരിടുന്ന, കാലങ്ങളായി ഭീകരവാദ ഭീഷണി നേരിടുന്ന വ്യവസായികളിൽ ഒന്നാണ്. കാര്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സംഭവം ഉണ്ട്. ഇപ്പൊ സംഭവം അവർ കുത്തക മുതലാളിമാരാണ്, വലിയ ധനാഢ്യന്മാരാണ്, ഒരുപാട് സാമ്പത്തിക ചൂഷണം അവർ നടത്തുന്നുണ്ടെന്നുള്ളതൊക്കെ വാസ്തവം തന്നെ. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ റിലയൻസ് പോലെയുള്ള വമ്പൻ കമ്പനികൾ വഹിച്ച പങ്ക് വളരെ നിർണായകം തന്നെയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയിൽ, പ്രത്യേകിച്ച് ടെലകോം രംഗത്ത് ഈ 3G 5G കുതിച്ചുചാട്ടമൊക്കെ ഉണ്ടായതിന് പിന്നിൽ ധീരുഭായ് അംബാനി എന്ന് പറയുന്നയാളുടെ ദീർഘവീക്ഷണമാണ് കാരണം. കാര്യം നമ്മുടെ റോഡ് സൈഡൊക്കെ ഒരു കാലത്ത് റോഡ് സൈഡ് മുഴുവൻ വെട്ടിക്കുഴിച്ച് മറ്റേ കേബിൾ ഇടുമ്പോൾ നമ്മൾ വല്ലാണ്ട് അസ്വസ്ഥരായിരുന്നു. പക്ഷെ അന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ച പലരും ഇപ്പൊ വീട്ടിലിരുന്നുണ്ട് 5Gയിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കാരണം, അതിന് വഴിതെളിച്ചതിൽ പ്രധാനി ഒന്ന് റിലയൻസ് തന്നെയാണ്. അത് കാര്യം പറയണം. അപ്പൊ അത്തരത്തിൽ ദീർഘവീക്ഷണത്തോടെ അവർ നടപ്പിലാക്കിയ പല പദ്ധതികളും ഇന്ത്യയുടെ വികാസത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം അവർ ശതകോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിലും നമ്മുടെ വിഭവങ്ങൾ പരമാവധി അവർ അത്തരത്തിൽ ചൂഷണം ചെയ്തിട്ട്, അതെല്ലാം വാസ്തവം തന്നെ ആണെങ്കിലും നമുക്ക് അവരോടൊരു കടപ്പാടുണ്ട്. ഇന്ത്യയുടെ സ്വകാര്യ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ റിലയൻസ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള വാസ്തവം തന്നെയാണ്. അപ്പൊ അവർക്കെതിരെ ഒരു ഭീഷണി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കെതിരെയുള്ള ഭീഷണിയായിട്ട് തന്നെ വേണം വ്യാഖ്യാനിക്കാൻ. അതായത് ഇന്ത്യ തകർക്കും, ഇന്ത്യയുടെ വ്യാപാര മേഖലയെ തകർക്കും എന്നല്ലേ അസീം മുനീർ പറയുന്നത്? അതെ, അതായത് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പോ ഈ പേ പിടിച്ച പട്ടി കണ്ണി കാണുന്നവനെല്ലാം കടിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ അസീം മുനീറിന് എന്തെങ്കിലും ഒന്ന് പറയണം. അത് ആരെ പറഞ്ഞാൽ കിട്ടും. ഇപ്പൊ മോദിയെ 10 പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വേറെ കിട്ടും. അപ്പൊ പിന്നെ ഒന്നും തിരിച്ചു പറയാൻ തൽക്കാലം സൗകര്യം ഇല്ലാത്തവരെ പറയാന്ന് കരുതി കാണും. അതെ, ട്രംപ് പറഞ്ഞു കൊടുത്താണ് അദാനിയും അംബാനിയൊക്കെ പറ, അപ്പൊ കുറച്ചുകൂടെ ശ്രദ്ധ കിട്ടും. അല്ലാതെ സ്വന്തം ജനങ്ങൾ പോലും നിങ്ങൾ അംഗീകരിക്കാത്ത സമയമാണിത്. അതുകൊണ്ട് 4 ഇന്ത്യക്കാരെ പറഞ്ഞാലല്ലേ, വേറൊരു രാജ്യത്തെ കുറിച്ച് പറയണ്ടല്ലോ, ഇന്ത്യ പറഞ്ഞാലല്ലേ 4 ആളെ ശ്രദ്ധിക്കൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് റഷ്യയിൽ നിന്നുള്ള റോസ്നെഫ്റ്റ്, അവരാണ് റഷ്യയിലെ പ്രമുഖ എണ്ണ കമ്പനി. അവരുടെ സബ്സിഡിയറിയാണ് നമ്മുടെ നാട്ടിലുള്ള നയര എന്ന് പറയുന്നത്. അപ്പൊ റഷ്യയിൽ നിന്ന് അവർ നേരിട്ട് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഈ റിലയൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു അവര് മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് തേടി പോയിട്ടുണ്ടെന്നുള്ളതാണ് വിവരം, എണ്ണ ഇറക്കുമതി. പക്ഷെ നയരയ്ക്ക് അവിടെ നിന്ന് നേരിട്ട് സാധനം കിട്ടുന്നുണ്ട്, അവർ കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പൊ റഷ്യൻ എണ്ണ വാങ്ങിച്ച് സംസ്കരിക്കുന്നവർ എന്ന് പറയുന്നെങ്കിൽ അസീം മുനീർ യഥാർത്ഥത്തിൽ ചീത്ത വിളിക്കുന്ന നയരയൊക്കെയാണ്. റിലയൻസ് അവർ വേറെ ഓപ്ഷൻ എടുത്തു, ഏതോ ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തിൽ നിന്ന് എണ്ണ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. എന്താണെന്ന് അറിയില്ല. അപ്പൊ നയരയെ പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് റഷ്യൻ ഭരണകൂടം അതിൽ ഇടപെടും. കാര്യം അവരുടെ പൊതുമേഖലാ സ്ഥാപനമായ റോസ്നെഫ്റ്റ് 51% ഷെയർ ഉള്ള, അല്ലെ 51 ആണോ 49 ആണോ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും അവർക്ക് കൃത്യമായ പങ്കാളിത്തം ഉള്ളൊരു കമ്പനിയാണ് നയര. അപ്പൊ പറയുന്നെങ്കിൽ അവരെ പറ മുനീറേ, എന്തിനാണ് പാവം അംബാനി എന്തിനാണ് ചെയ്യുന്നത്? അതെ, അംബാനി എന്ത് പഴച്ചു.